ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. ഈ ഒളിച്ചോടിപ്പോയ പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. ഞാൻ ഇറങ്ങി വന്നു എന്നുള്ളത് സത്യം. 10 ദിവസം ഞാൻ അനൂപിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അച്ഛനെ കാണാൻ വീട്ടിൽ പോയി. അപ്പോൾ എടുത്ത ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തു. തിരികെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അനൂപിന്റെ വീട്ടിൽ തിരിച്ചു വന്നു. ഇപ്പോഴും ഞാൻ അവിടെ തന്നെ ഉണ്ട്. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പിന്നെ നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസ് ഇല്ല. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയല്ല. വാക്ക ഏറ്റവും വലിയ സത്യം. വിശ്വാസത്തിനൊരു രൂപമുണ്ടെങ്കിൽ അത് നീയാണ് കട്ടപ്പ. ഈ പറഞ്ഞ പുള്ളിയോ ഞാനോ നേരിട്ട് വന്ന് ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ സുഹൃത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ പലതും പറയും. അതാരും വിശ്വസിക്കരുത്. ആ രഹസ്യം ഈ ഭൂമിയിൽ രണ്ടാമതൊരാൾ അറിയില്ല. അതെന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞില്ലാതാകും. ഇതിനകത്ത് എനിക്ക് സ്പാർക്ക് ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ടേ. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയല്ല. എന്നെ സംശയിക്കരുത്. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. ലീഗലി മാരീഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് വേറൊരാളെ പ്രണയിക്കുക, അയാളുടെ ഒപ്പം രാത്രിയിൽ ഇറങ്ങി പോവുക എന്ന് പറയുന്നത് 100% തെറ്റാണ്. ഇതിപ്പോ എന്ത് കാരണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റ് തന്നെയാണ്. ഡ്രൈവർ വണ്ടി എടുത്തോളൂ, ദൗത്യം പാലി. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.